സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. ആദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 13-ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2-ാം അധ്യായത്തിൽ 1123-ാമത്തെ വരി മുതലാണ് നമുക്കിനി പാരായണം ചെയ്യുവാനുള്ളത്. നാരദ രാവണ സംഭാഷണം. രാവണൻ ഇന്ദ്രപുത്രനായ ബാലിയെ ജയിക്കാനായി പോയിരുന്നു. അവിടെ രാവണന് പറ്റിയ അമളി കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് ചർച്ച ചെയ്തിരുന്നു. അവസാനം ബാലിയെ ജയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായതോടുകൂടി ബാലിയെ തൻ്റെ സഖിയാക്കുകയാണ്. അതായത് കിഷ്കിന്ധ രാജ്യവും ലങ്കാരാജ്യവും മിത്രരാജ്യങ്ങളാക്കി ആയിട്ട് ഉടമ്പടി ഉണ്ടാക്കി അവിടെ നിന്നും തിരിച്ച് ലങ്കയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് മുന്നോട്ട് പാരായണം ചെയ്യാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അക്കാലമേകദാ ശ്രീനാരദൻ മുനിമുഖ്യനും ചെന്നിതു ലങ്കയിലാദരാൽ. അങ്ങനെയിരിക്കെ ഏകദാ ഒരു ദിവസം നാരദമുനി ദശമുഖ സന്നിധിയിലെത്തി. സൽക്കാരവും ചെയ്തിരുത്തി ദശാസ്യനും രക്ഷോവരനോട് ചൊന്നാൻ മുനീന്ദ്രനും. നാരദമുനിയെ സൽക്കരിച്ച് പൂജിച്ച് ആസനം കൊടുത്ത് ഇരുത്തി. എന്നിട്ട് അതിനുശേഷം നാരദമുനി രാവണനോട് പറഞ്ഞു. നാരദമുനി അവിടെ എത്തുന്നത് എവിടെ പോയാലും എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം സഞ്ചരിക്കുന്നത് ധർമ്മരക്ഷാർത്ഥമാണ്. ഏഷണിപ്രിയനെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ട ചുമതല അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, സാക്ഷാൽ നാരായണൻ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നടക്കണ്ടേ. ഇപ്പം ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏണാങ്കശേഖര ഭക്തനാകും നിന്നെ കാണണമെന്നു കൊതിക്കുന്നിതുള്ളിൽ ഞാൻ. ഏണാങ്കശേഖര ഭക്തൻ. ഏണാങ്കം എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രക്കല തലയിലണിഞ്ഞവൻ ആരാണ്? ഇന്ദുശേഖരൻ, ചന്ദ്രശേഖരൻ, സാക്ഷാൽ പരമശിവൻ. പരമശിവന്റെ ഭക്തനായ നിന്നെ കാണണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒട്ടുനാളുണ്ടതിനിന്നു യോഗം വന്നു തുഷ്ടിയുമേറ്റം വളർന്നിതു മാനസേ. എത്ര നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണെന്നോ നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന്. പക്ഷെ എന്തായാലും ഇന്നാണ് അതിന് യോഗം ഉണ്ടായത്. വളരെ സന്തോഷമായി നിന്നെ കണ്ടപ്പോൾ. തുഷ്ടി, സന്തോഷം.
ഏറ്റവും വളർന്നിത് മനസ്സിൽ. എൻ്റെ മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ, ചൊല്ലുള്ള വീരരിൽ മുമ്പുള്ള മന്നവ. ഇനി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. ചൊല്ലുള്ള വീരരിൽ, വളരെ കീർത്തി കേട്ട വീരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജാവേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. പൃഥ്വിയിൽ വാഴുന്ന മർത്യജനങ്ങളെ യുദ്ധേ പലരെയും നിഗ്രഹിച്ചാനല്ലോ അങ്ങ്. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഒരുപാട് ആൾക്കാരെ വധിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നാരദൻ പിതാമഹനാണ് രാവണൻ്റെ. കാരണം ബ്രഹ്മപുത്രന്മാരിൽ ഒരുവനാണ് നാരദനും പുലസ്ത്യനും. പുലസ്ത്യൻ്റെ പൗത്രനാണ് രാവണൻ. എങ്കിലും രാവണനെ വളരെ ആദരവോടുകൂടിയാണ് സംബോധന ചെയ്യുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഭൂമിയിലുള്ള ധാരാളം മനുഷ്യന്മാരെ നീ വധിച്ചിട്ടുണ്ട്. എന്തൊരു കീർത്തി അതിനാൽ നിനക്കുള്ളത്, അന്തകൻ തൻ വശരല്ലോ മനുഷ്യർക്ക്. നോക്കൂ രാജാവേ, രാക്ഷസ രാജാവേ, ഈ ഭൂമിയിലുള്ള മനുഷ്യർ അല്ലെങ്കിലും മരണപ്പെടുന്നവരാണ്. അന്തകൻ വശഗതരാണ്. അവർ മരണപ്പെടുന്നവർ തന്നെയാണ്. കാലൻ അവരുടെ ജീവൻ എടുത്തുകൊണ്ട് പോകും. അത് നീ കൊന്നാലും കൊന്നില്ലേലും. അതുകൊണ്ട് നിനക്കെന്ത് കീർത്തിയാ കിട്ടിയത്? അങ്ങേക്ക് യാതൊരു കീർത്തിയും അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ആധികൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും പ്രേതാധിപാലയം പൊക്കുവാണിടുവോർ. ഈ മനുഷ്യരുണ്ടല്ലോ, അസുഖങ്ങളായാലും ശരി, മറ്റ് എന്താ പറയുന്നത്, മഹാവ്യാധി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധി എല്ലാവർക്കും അറിയാം. ദിവസവും ആയിരക്കണക്കിന് മരണപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ മരണത്തിന് വിധേയരാണ്. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നീ അവരെ പോയി വധിച്ചത് കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. ആർത്തരാമർത്യരെ കൊന്നാൽ നിനക്കൊരു കീർത്തിയില്ലെന്നതും പാർത്തരുളേണമേ. അതുകൊണ്ട് ഈ എന്താ പറയുന്നത്, പരവശരായ, നേരത്തെ തന്നെ അവരുടെ കർമ്മം കൊണ്ട് പരവശരായ മർത്യന്മാർ, അവരെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അങ്ങേക്ക് എന്ത് കിട്ടാനാണ്? യാതൊരു കീർത്തിയും അതിൽ നിന്ന് വരാനില്ല. സത്യമത്രേ അരുൾ ചെയ്തതെനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയും ഉത്തമം. ഇപ്പോഴാണ് രാവണൻ്റെ ബുദ്ധി ഒന്ന് തെളിഞ്ഞത്. ഓ, ശരിയാണ് മഹർഷി അങ്ങ് പറഞ്ഞത്. ഇങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയില്ലായിരുന്നു. വളരെ ഉത്തമമായി പോയി. ഉത്തമമാണ് അങ്ങ് പറഞ്ഞ കാര്യം. പാതാളലോകമകം പൊക്കു ഞാനിനി വാതാശനേന്ദ്രാദികളെ ജയിച്ചുപോയി. ദേവലോകെ ചെന്ന് ദേവേന്ദ്രനാദിയാം ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിനി പാതാളത്തിലേക്ക് പോവുകയാണ്. അവിടെ ഈ മർത്യന്മാരൊന്നും ഇല്ലല്ലോ. ഭൂമിയിലല്ലേ മർത്യന്മാരുള്ളത്.
ഇനി ഞാൻ മനുഷ്യരെ ഒന്നും വധിച്ചിട്ട് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പാപം വലിച്ചു വെക്കുന്നത്? അല്ലേ തന്നെ മരണപ്പെടേണ്ടവരാണ് അവർ. പാതാളത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വാതാശനേന്ദ്രാദികളെ ജയിച്ചു. വാതാശൻ എന്ന് പറഞ്ഞാൽ ഈ സർപ്പങ്ങളെ വാതാശൻ എന്നാണ് പറയുന്നത്. അതായത് എന്താ അതിന് പറയുക, വായു ആഹാരമാക്കിയവർന്നോ എന്താ വാതാശനൻ. അപ്പം അങ്ങനെയുള്ള ആ വാതാശനേന്ദ്രാദികൾ എന്ന് പറഞ്ഞാൽ ആ സർപ്പരാജാവിനെ ജയിച്ചിട്ട് വരാം. പിന്നെ എന്തു ചെയ്യാം? ദേവലോകയിൽ ചെന്ന് ദേവേന്ദ്രനാദിയാം ദേവകളെയും ജയിക്കുന്നു. അതിനുശേഷം ദേവലോകത്തേക്ക് പോകാം. ദേവേന്ദ്രനെയും മറ്റു ദേവന്മാരെയും ഒക്കെ തോൽപ്പിച്ചു വരാം എന്നതു കേട്ടരുൾ ചെയ്തിതു നാരദൻ. ഇന്നു നിനക്കതു സാധിക്കുമെങ്കിലും ഏതൊരു മാർഗേണ പോകുന്നിതു ഭവാൻ പാതാള ലോകത്തു ചെന്നു കൊണ്ടിടുവാൻ. നീ പറഞ്ഞത് ശരിയാണ്, നിനക്കതിന് സാധിക്കുകയും ചെയ്യും, അതിനുള്ള കഴിവ് അങ്ങേക്കുണ്ട് താനും. എന്നാൽ ഏതു മാർഗത്തിൽ കൂടിയാണ് പോകുന്നത് പാതാളത്തേക്ക്? അന്തകൻ തൻപുരി തന്നരികെ വഴി ദന്തശൂകാലയത്തിനു പോയിടുവാൻ. പാതാളത്തിലേക്ക് പോകണമെങ്കിൽ യമപുരിയിൽ കൂടി വേണം പോകാൻ, മറ്റൊരു വഴിയില്ല. ഇതാണ് ദന്തശൂകാലയത്തിന് പോയിടുവാൻ. ദന്തശൂകാലയം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾ അധിവസിക്കുന്ന രാജ്യം, അതാണ് പാതാളം എന്ന് പറയുന്നത്. എന്തൊരുപായമിതോർക്കണമെങ്കിലും അന്തകൻ പോവാനയക്കയുമില്ലല്ലോ. നീ ആ പാതാളത്തേക്ക് പോകാൻ വേണ്ടി ആ യമപുരി വഴി പോകുമ്പോൾ അന്തകൻ യമധർമ്മരാജാവ് അതുവഴി നിന്നെ കടത്തിവിടുകയില്ല. നാരദനേവമരുൾ ചെയ്ത നേരത്ത് ഘോരന്മദേന ചിരിച്ചു ചൊല്ലിടിനാൻ. അത് കൊള്ളാം. എല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ ജയിക്കാനാര്, ഈ കാലനാരാണ് എന്നുള്ള ആ ഒരു മതം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി. ഭാവം ത്വദീയമറിഞ്ഞേൻ മഹാമുനെ, കേവലം മൂഢന്മാർക്കെന്തറിയാവതും. നാരദ മഹർഷി, അങ്ങയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര മൂഢനൊന്നുമല്ല. അന്തകനെ ജയിക്കാനും എനിക്ക് സാധിക്കും എന്നാണ് ഈ രാവണൻ പറയാൻ പോകുന്നത്. അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞേതും ഒരന്തർഗതം എനിക്കില്ലെന്നു നിർണയം. അല്ലയോ നാരദമുനി, അങ്ങ് കണ്ടോളൂ. ഇനി ആദ്യം ഞാൻ ചെയ്യുന്നത് ആ കാലനെ ജയിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഇനിയും പാതാളവും ആ പാകശാസനപുരിയും, അതായത് സ്വർഗലോകമൊക്കെ കീഴടക്കാൻ പോകുന്നത്. എന്നുര ചെയ്ത ദശാനനൻ തന്നോടു നന്നായി അനുവാദവും ചെയ്തു നാരദൻ. യുദ്ധകോലാഹലം കാണാമിനിയെന്ന് ചിത്തകുതൂഹലം പൂണ്ടെഴുന്നെള്ളിനാൻ. അങ്ങനെ ദശാനനൻ പറഞ്ഞത് കേട്ടിട്ട് എന്നാ ശരി, അങ്ങ് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്താട്ടെ എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ അനുവാദവും വാങ്ങി നേരെ
അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി നാരദർ ചിന്തിച്ചു, എന്തായാലും ഒരു പൊരിഞ്ഞ യുദ്ധം ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അനിവാര്യമാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് നാരദ കാല സംഭാഷണം കേൾക്കാം. അതിനുശേഷം നേരെ എങ്ങോട്ടാണ് പോയത്? മാനുഷർ ചെയ്യും ശുഭാശുഭകർമ്മങ്ങൾ മാനസേ ചിന്തിച്ച മാത്യജനവുമായി വാണിയിടും അന്തകൻ തൻ പുരി പൊക്കിതു വീണാധരൻ മുനി ഗാനവും ചെയ്തുടൻ. നേരെ മാനുഷർ ചെയ്യും ശുഭാശുഭകർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ കണക്കൊക്കെ എടുക്കുന്നത് ആരാണ്? ചിത്രഗുപ്തൻ. അതൊക്കെ നോക്കി തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയായ ആര്? യമധർമ്മരാജാവ്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ വീണാധരൻ മുനി ഗാനവും ചെയ്തുടൻ അങ്ങോട്ടെത്തി. തൻ്റെ വീണ ഇങ്ങനെ മീട്ടിക്കൊണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് കാലനെ കാണാൻ അവിടേക്കെത്തി. വന്ദനവും ചെയ്തെതിരേറ്റു പൂജിച്ചു നന്ദിച്ചിരുത്തിനാൻ ധർമ്മരാജൻ തഥാ. ഉടൻ തന്നെ യമൻ എഴുന്നേറ്റു, മാമുനിയെ വന്ദിച്ചു, അവിടെ പൂജിച്ച് ആദരിച്ച് സൽക്കരിച്ച് പീഠം നൽകി ഇരുത്തി. മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടു നന്ദിച്ചു ചോദിച്ചിതാദരപൂർവകം. നാരദമുനിയെ കണ്ടിട്ടുള്ള ആ സന്തോഷം കൊണ്ട് മന്ദസ്മിതമൊക്കെ ചെയ്ത് നാരദമുനിയോട് ചോദിക്കുകയാണ്, എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രയേ സന്താപമേതാനുമില്ലയല്ലേ മുനേ. വാർത്തകളൊക്കെ അറിയിക്കുന്നത് ആരാണ്? എന്താ പറയുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയാം. ഈ വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നത് അദ്ദേഹമാണ്. കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് നാരദമുനി എല്ലാവരെയും. അപ്പോൾ ഇന്നത്തെ പോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും അത്രയൊന്നും ഇല്ലല്ലോ. പക്ഷേ നാരദമുനിക്ക് ഇവിടുത്തെ കാര്യവും എവിടെ ഇരുന്നാലും എവിടുത്തെ കാര്യവും അറിയാൻ ത്രികാലജ്ഞാനി ആയതുകൊണ്ട് സാധിക്കും. അത് ഇന്നുള്ള ടെക്നോളജിയെക്കാളും മോഡിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. കാരണം ഇതുവരെ മാറ്റർ ട്രാൻസ്ഫർ എന്ന ടെക്നോളജി ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം വിചാരിച്ചാൽ മതി, എവിടേക്ക് എത്തണമെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തുമായിരുന്നു. അത്രയ്ക്ക് കഴിവുണ്ടായിരുന്നു. ഇന്നത് ഇതുവരെ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. മിക്കവാറും സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ആ കുതിപ്പ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ത്രിലോകങ്ങളിലുള്ള വാർത്തകളെപ്പറ്റി യമൻ ചോദിച്ചു. അതിന് മറുപടി എന്താണ് പറയുന്നത്? എന്തു പറയാവതെന്നറിഞ്ഞില്ല ഞാൻ, ബന്ധമില്ലാതൊരവസ്ഥയുണ്ടിന്നിപ്പോൾ. ഞാൻ എന്താ ചൊല്ലുന്നത് യമധർമ്മരാജാവേ? ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണിപ്പോൾ കാണുന്നത്. ഒരു ബന്ധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. കേൾക്കുന്നിതുമതു നിന്നോട് ചൊല്ലുവാൻ ശീഘ്രം ഇവിടേക്കു വന്നിതു ഞാനെടോ. അങ്ങനെയുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നിതും അതാണ് പദം. കേൾക്കുന്നിതുമത് നിന്നോട് ചൊല്ലുവാൻ, അത് നിന്നോട് ചൊല്ലാനായിട്ടാണ് ഞാൻ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. പണ്ട് കേട്ടിട്ടില്ലയാത വിശേഷങ്ങളുണ്ടു കേൾക്കുന്നിതു വിസ്മയമെത്രയും.
ഇങ്ങനെ ആൾക്കാർ പറയില്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം, വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പണ്ട് കേൾക്കാത്ത ഒരു കാര്യമാണ്. അന്തകൻ തന്നെ ജയിക്കേണമെന്നതു ചിന്തിച്ചിവിടവരും ദശകന്ധരൻ. ആർക്കെങ്കിലും തോന്നുന്ന കാര്യമാണോ കാലനെ ജയിക്കണമെന്ന്? ആകെ ഒരാളെ ജയിച്ചിട്ടുള്ളത് ആരാണ്? സാക്ഷാൽ പരമേശ്വരൻ മാത്രം. പിന്നെ ആർക്കും അന്തകനെ ജയിക്കണമെന്ന് തോന്നിയിട്ടില്ല. ആ കാലൻ്റെ വക്രത്തിലേക്ക് പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അന്തകനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയി അവിടെ തന്നെ അന്തകദണ്ഡ് കൊണ്ട് മരണപ്പെടുക. അവിടെ ജയിച്ചു വരാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതും ആരാണ്? രാവണൻ, ദശകന്ധരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്തകദണ്ഡമേറ്റാൽ മരിയാതൊരു ജന്തുവില്ലെന്നതു കേൾപ്പുണ്ടു മുന്നമേ. അന്തകന്റെ ദണ്ഡേറ്റ് കഴിഞ്ഞാൽ മരിക്കാത്തവരാരുമില്ല. ഈ വരം യമന് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്നറിയാമതുമെന്നേ പറയാവിതെന്നരുൾ ചെയ്തിരുന്നീടും ദശാന്തരേ. ഇങ്ങനെ ഒരു കാര്യം എനിക്കറിയാം എന്നിങ്ങനെ അവർ തമ്മിൽ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദശാന്തരേ പൂർണ്ണ ശരചന്ദ്രമണ്ഡലമാകാശേ തോർണമുദിച്ചു പൊങ്ങും വണ്ണമാഭയ കാണായി പുഷ്പകമായ വിമാനവും കൗണബാധീശൻ വരവിതു നിർണയം. ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നത് പോലെ, ആകാശത്ത് ഉദിച്ചുയരുന്നത് പോലെ ആ പുഷ്പക വിമാനം ഇങ്ങനെ പ്രശോഭിച്ചു കാണുന്നു. ആഭയ, ആ ശോഭയോടുകൂടി വർണ്ണമനോഹരമായ ആ വെളിച്ചത്തോടുകൂടി ആ പുഷ്പക വിമാനം കാണായി. ആരാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് അറിയാമായിരുന്നു. പണ്ട് കുബേരനായിരുന്നു, പക്ഷേ ഇപ്പോൾ സഞ്ചരിക്കുന്നതിൽ രാവണനാണ്. കൗണബാധീശ്വൻ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ ഈശനായിരിക്കുന്ന ആ രാവണൻ്റെ വരവാണ്. പറഞ്ഞ നിമിഷം കൊണ്ട് എത്തിക്കഴിഞ്ഞു എന്നതറിഞ്ഞുര ചെയ്തു കൃതാന്തനും വന്നു കൂടിയിടുക നമ്മുടെ സൈന്യവും. അത് കണ്ടിട്ട് കൃതാന്തൻ, കാലൻ, യമധർമ്മരാജാവ്, യമൻ പറയുകയാണ്, വേഗം നമ്മുടെ സൈന്യങ്ങളെ അണിനിരക്കുക, ഈ രാക്ഷസന്മാരുടെ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. അന്തക സൈന്യവും ശംഖനാദം കേട്ടു ദുന്ദുഭിഘോഷേണ വന്നു കൂടിയിടിനാർ. ആ രാക്ഷസന്മാരുടെ ശംഖനാദം കേട്ട്, യുദ്ധകാഹളം കേട്ടിട്ട് അന്തക സൈന്യവും ദുന്ദുഭിഘോഷേണ, അന്തകൻ്റെ വാഹനം പോത്താണ്, അതാണ് ഇവിടെ പറഞ്ഞത് ദുന്ദുഭിഘോഷേണ എന്ന്. അവരെല്ലാ സൈന്യങ്ങൾ രണ്ടും അണിനിരന്നു. അന്തക സൈന്യവും രാക്ഷസ സൈന്യവും അണിനിരന്നു. ഇനിയും പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണല്ലോ നാരദർ ഇപ്രകാരം ചെയ്തതും. അപ്പം ഇനി മുന്നോട്ട് ഈ രാവണൻ്റെ നരക ദർശനമാണ്. രാവണൻ യമപുരിയിലെത്തി, യമപുരിയിലുള്ള ആ നരകം ദർശിക്കുകയാണ്. പലതരത്തിലുള്ള നരകം. അത് നമ്മളിനി പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് നീളും. അതുകൊണ്ട് അതിന് നമുക്കിനി അടുത്ത ദിവസം പാരായണം ചെയ്യാം. അടുത്ത ദിവസം എല്ലാവരും ആ നരക ദർശനം, എങ്ങനെയുള്ള ആൾക്കാർ, ഏതൊക്കെ പാപങ്ങൾ ചെയ്യുന്നവർ, ഏതൊക്കെ രീതിയിലാണ് അവിടെ പീഡിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അടുത്ത ദിവസം പാരായണം ചെയ്യാം. എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ പഠനം, ഉത്തരരാമായണ പഠനം ഇവിടെ
സമ്പൂർണ്ണമാക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.